ഹായ് ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ചെമ്മീൻ തല കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അരമുറി തേങ്ങ നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് ആദ്യമേ തന്നെ ചെരുക്കി വെക്കാം. ഈ തേങ്ങ ഇപ്പം നമുക്ക് ആവശ്യമില്ല, ഏറ്റവും അവസാനമാണ് ഈ തേങ്ങയുടെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഇത് ചിരണ്ടി ദൂരേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണിച്ചതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമ്മുടെ സവാളയുടെ, വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒന്നായാലും കുഴപ്പമൊന്നുമില്ല, വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തത് അതിലേക്ക് എടുക്കുക. പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാനുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെത്തിയിട്ട് കൊടുക്കുക. അതേപോലെ പച്ചമുളക് ഒരു 3 എണ്ണം നടുകെ 6 കീറിയത് 2 or 3 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിടുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വലിയൊരു ഉരുളക്കിഴങ്ങാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പച്ചക്കായ കൊണ്ട് തയ്യാറാക്കുമ്പോഴായിരിക്കും. പച്ചക്കായ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഉരുളക്കിഴങ്ങും നമ്മൾ അച്ചാറിലേക്ക് ഇടാനൊക്കെ മാങ്ങ കഷ്ണിക്കുന്ന ആ ഒരു ലെവലിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേകാനുള്ളതാണ്. വെന്ത് കിട്ടുമ്പോഴാണ് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉരുളക്കിഴങ്ങിന്റെ കഷ്ണമാണെങ്കിലും പിന്നെ പച്ചക്കായുടെ കഷ്ണമാണെങ്കിലും ചെറുമാതിരി കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ഗ്ലാസ്, അത് മുങ്ങാനുള്ള അത്ര വെള്ളം ചേർത്ത് അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഈ 3 പൊടികളും ചേർത്ത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് അടുപ്പിലേക്ക് കയറ്റി വെക്കാം. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. ഇത് അടച്ചു വെച്ചിട്ട് വെന്തു എന്ന് തോന്നുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നാളികേരം ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വല്ല കരിവേപ്പില കൂടി നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷെ ഇത് ഡ്രൈ ആവാതെ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് വെള്ളത്തോടു കൂടി പാകം ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും രുചിയായിട്ട് കഴിക്കാനായിട്ട് രസം ഉണ്ടാവുക. ഇത് കൂടാതെ ഇതുപോലെ തന്നെ വേറെ ഒരുപാട് വിഭവങ്ങളുണ്ട്. കറിയായിട്ടുള്ളവയുണ്ട്, ഉപ്പേരിയായിട്ടുള്ളതുണ്ട്. അപ്പൊ അതിൽ കറിയായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളരിക്ക കൊണ്ട് വെള്ളരിക്കയും ചെമ്മീനും മുരിങ്ങാക്കോലും ചേർത്തിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളരിക്ക മുറിച്ച് അടുപ്പിലേക്ക് വെച്ച് മഞ്ഞപ്പൊടിയും പുളിവെള്ളവും ചേർത്ത് വേകാൻ വെക്കും. അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി നന്നായി മുതിഞ്ഞ് അരച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കും. കൂട്ടത്തിൽ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ, അരക്കുമ്പോൾ സാധാ ജീരകം. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉണക്ക ചെമ്മീൻ കുത്തിപ്പൊടിച്ച് കടുക് വറുത്തിട്ട് കരിവേപ്പിലയും ചേർത്തെടുത്താലൊരു കറിയാണത്. ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ഒരുപാട് ചക്കയുള്ള സമയമാണ്. ചക്കയൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങി. കുറേ പിന്നെ പൂതൽ ചക്ക പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റി വെക്കും ഞങ്ങൾ ഇവിടെയുള്ളവർ. അപ്പം അത് കുറേ നാൾ നിൽക്കും. മാറ്റി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ചെമ്മീൻ കുത്തി പൊടിച്ചിട്ട് ചക്കക്കുരുവിലിട്ടിട്ട് ചെയ്യും. പച്ചച്ചെമ്മീനല്ല കേട്ടോ, ഉണക്ക ചെമ്മീൻ. പിന്നെ പച്ചച്ചെമ്മീൻ തന്നെ കൊടപ്പൻ എന്ന് പറയും. ഇവിടെ ഞങ്ങൾ വാഴക്കൂമ്പ് എന്നാണ് പറയണത്. കൊടപ്പൻ വെച്ചിട്ട് ചേർത്തിട്ട് പൊടിച്ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുന്നതുണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ തന്നെ ഈ പച്ചക്കായും മത്തിയും കൂടി, മത്തിയും കായും എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കാറുണ്ട്. അതും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. പിന്നെ അത് കൂടാണ്ട് മത്തിയും പിന്നെ കണ്ട ഉണ്ടല്ലോ, വാഴയുടെ ചെറിയ കണ്ട, അടിഭാഗത്തെ അതിൻ്റെ കണ്ണിൽ ഉണ്ടാവുന്ന കണ്ട, അത് ഉപയോഗിച്ചിട്ട് മത്തി വെച്ചിട്ട് കറി വെക്കുന്നവരുണ്ട്. പിന്നെ വാഴ കണ്ട കൂടാണ്ട് വാഴേൻ്റെ കാമ്പിൽ മത്തി മിക്സ് ചെയ്തിട്ട്
കറി വെക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിൽ ഈ മത്തിയും ഇതുപോലെയുള്ള നോൺ വെജ് ആയിട്ടുള്ള സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ട് പാചകം ചെയ്യുന്ന ഒരു രീതി ഞങ്ങളുടെ ഇങ്ങോട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പടവലങ്ങ, പിന്നെ മത്തങ്ങ, പീച്ചിങ്ങ, ഇതിൻ്റെയൊക്കെ കൂടെ ഉണക്കച്ചെമ്മീൻ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കും. പിന്നെ ഇപ്പം മേടമാസമൊക്കെ ആണല്ലോ വരാൻ പോകുന്നത്, നിറയെ പച്ചമാങ്ങയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പച്ചമാങ്ങ ആണെങ്കിലും മാങ്ങ ഇടിച്ചിട്ട് പച്ചമാങ്ങ ഇടിച്ച് ഉണക്കച്ചെമ്മീനുമായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലടിച്ച് ചമ്മന്തി അരച്ച് കഴിക്കാറുണ്ട്. പണ്ടൊക്കെ അമ്മിയിലാണ് കഴിച്ചിരുന്നത്, പക്ഷെ ഇപ്പോൾ ഉള്ള ആളുകൾ അമ്മിയിൽ ഇടിക്കാറില്ല, കൂടുതലും മിക്സി തന്നെ അടിച്ചെടുത്ത് കഴിക്കാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. പറ്റുകയാണെങ്കിൽ ഇനി വരുന്ന അവസരത്തിൽ ഞാനതിൽ വല്ലപ്പോഴൊക്കെ കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Chop, chop.